നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. എൻ വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്ക് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഇവയാണ് മുഖ്യ ഉപാധികൾ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാം എന്ന് പറഞ്ഞ് വാങ്ങിക്കൂട്ടിയ അഴിമതി പണം മുഴുവൻ NM വിജയൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെന്നാണ് പ്രതികളുടെ വക്കീൽ വാദിച്ചത്. നിയമനം കിട്ടാത്തവർ വിജയനെ സമീപിച്ച് പണം ചോദിച്ചപ്പോൾ പണം കൈപ്പറ്റിയ മേൽത്തട്ടിലുള്ളവർ കൈമലർത്തി. നിവർത്തിയില്ലാതെ നേതാക്കൾ കാട്ടിക്കൂട്ടിയ സാമ്പത്തിക ക്രമക്കേടുകൾ പാർട്ടി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും എഴുതി അറിയിച്ച് മരണത്തിന് കീഴടങ്ങി വിജയൻ. ഒപ്പം സുഖമില്ലാത്ത മകനെയും കൂട്ടി. കണ്ണിൽ ചോരയില്ലാത്ത കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇപ്പോൾ വിജയനെ പ്രതിക്കൂട്ടിലാക്കി പ്രചരണം നടത്തുന്നു. പോലീസ് അന്വേഷണത്തിൽ പിടിവീഴും എന്ന് മനസ്സിലായപ്പോൾ വിജയൻ്റെ മരണക്കുറിപ്പിലും കത്തുകളിലും പേരുള്ളവരിൽ പ്രമുഖർ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥും മുങ്ങി. ഇന്ന് വരെ മുൻകൂർ ജാമ്യം തേടി കോടതി കയറി. വിജയനെക്കുറിച്ച് ഇല്ലാ കഥകൾ നിരത്തി ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. PP ദിവ്യയ്ക്ക് അവരുടെ പാർട്ടി കൊടുക്കാത്ത പരിഗണന ബാലകൃഷ്ണനും അപ്പച്ചനും കോൺഗ്രസ് കൊടുക്കുന്നുണ്ടോ? ആത്മഹത്യാക്കുറിപ്പിൽ പേരില്ലാത്ത തന്നെ ജാമ്യം നിഷേധിക്കപ്പെട്ട ദിവ്യയ്ക്ക് കിട്ടാത്ത നീതി വിജയൻ്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികൾക്ക് കിട്ടിയോ? കോൺഗ്രസ് നേതാക്കൾക്ക് കോടതിയിൽ ജാമ്യം കിട്ടിയെങ്കിലും ജനമനസ്സിൽ ജാമ്യമുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് K റഫീഖ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാറിലേക്കാണ് പോകുന്നത്. N ശ്രീകുമാർ, ഈ വിഷയം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തു. എന്നാലും പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ തർക്കം ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട പ്രതികളായിട്ടുള്ള 3 കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ഉപാധികളോടെ, കർശന ഉപാധികളോടെ ഇപ്പോൾ നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. MLA നിയമസഭ നടക്കുമ്പോൾ പോലും ഈ ചോദ്യം ചെയ്യലിന് വിധേയനായി വയനാട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് IC ബാലകൃഷ്ണൻ. പക്ഷേ അദ്ദേഹം ഈ IC ബാലകൃഷ്ണൻ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായി മാധ്യമങ്ങൾ വല്ലാതെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. താൻ ഒളിവിൽ പോയതല്ല, തീർത്ഥാടനത്തിന് പോയി എന്നൊക്കെ പറയുന്ന IC ബാലകൃഷ്ണൻ. ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ? കോൺഗ്രസ് ഇപ്പോഴും ഇവരെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത്? നോക്കൂ ലാലേ, ഈ വിഷയങ്ങൾ ഒരുപാട് ദിവസം മറ്റ് ചാനലുകളിലും ചർച്ച. എനിക്ക് എൻ്റെ എക്കോ വരുന്നുണ്ട്. അത് ശരിയാക്കാം, അങ്ങ് പറഞ്ഞോളൂ. അതിനിടയിൽ തന്നെ അത് ശരിയാക്കാം. ഓക്കെ. അതായത് താങ്കൾ ഇത് പറഞ്ഞു, ഈ വിഷയമാരും മറ്റ് ചാനലുകൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അത് എല്ലാ ചാനലുകളും പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പല ചാനലുകളെ ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന റഫീഖുമായിട്ടും ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിഷയങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ CPM താല്പര്യമുള്ള കൈരളി അത് കൂടുതൽ ഏറ്റെടുക്കുന്ന വിരോധമൊന്നുമില്ല. കാരണം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ സത്യം തെളിയുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു പത്രമാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, എത്ര വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത് ഏകപക്ഷീയമായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ ഇപ്പോൾ താങ്കളുടെ ചോദ്യം ജനമനസ്സിൽ ജാമ്യമുണ്ടോ എന്നുള്ളതാണ്. ജനമനസ്സിൽ ജാമ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതിനുള്ള അവസരമാണ് അവർക്ക് തിരഞ്ഞെടുപ്പ്. അതുവരെ കാത്തിരിക്കേണ്ടി വരും. അതിനു മുമ്പ് നമുക്ക് അവരുടെ മനസ്സിൽ എന്താണ് IC ബാലകൃഷ്ണനെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഈ കേസിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും അവരുടെ മനസ്സിലുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. പിന്നെ CPM പറയുന്ന അഭിപ്രായമാണ് ജനമനസ്സിലുള്ളത് എന്ന് വിശ്വസിക്കാനും കഴിയില്ല. അത് CPMൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇവിടെ IC ബാലകൃഷ്ണനാണെങ്കിലും അതുപോലെ ഗോപിനാഥനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും ഒക്കെ അവർ കോൺഗ്രസിൻ്റെ പ്രാദേശിക വയനാട് ജില്ലയിലെ പ്രമുഖ നേതാക്കളാണ്, MLA ആണ്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. അവർക്കെതിരെ മാത്രമല്ല, ആത്മഹത്യ ചെയ്ത ശ്രീ NM വിജയനെതിരെയും പോലീസ് കേസുണ്ട്. അപ്പോൾ ആ കേസും കൂട്ടൊക്കെ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം നിയമപരമായിട്ട് എന്താണ് വരുന്നത് വെച്ചാൽ കാണാം. പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന് നിയമപരമായ വശവും ഒന്ന് രാഷ്ട്രീയ വശമുണ്ട്. നിയമപരമായ വശത്തിൻ്റെ ഭാഗമാണ് മുൻകൂർ ജാമ്യം തേടൽ. അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മുൻകൂർ ജാമ്യം തേടുന്നത് ഒരിക്കലും തെറ്റല്ല. അത് ആർക്ക് വേണേൽ തേടാം, തേടാതിരിക്കാം. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാകാതിരിക്കാനും മുൻകൂർ ജാമ്യം തരുന്നത് നല്ലതാണ്. കാരണം എന്താണ്, കോടതി എന്താണ് പറയുന്നത്, ഇവർക്ക് ജാമ്യമുണ്ടോ ഇല്ലേ? ജാമ്യമില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമല്ലോ. അപ്പോൾ ജാമ്യം തേടുമ്പോൾ തന്നെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ജാമ്യം തേടുന്നത്. ജാമ്യം കിട്ടാതിരിക്കാം, കിട്ടാം. അപ്പോൾ കിട്ടാൻ വേണ്ടി ജാമ്യം തേടുമ്പോൾ അത് തെറ്റല്ല. അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മുൻകൂർ ജാമ്യം എന്നുള്ളത്. അതിൽ തെറ്റല്ല. അങ്ങനെ മുൻകൂർ ജാമ്യം തേടുമ്പോൾ അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു നടപടിയുണ്ട്. അതും തെറ്റല്ല. കാരണം ഇതിനു മുമ്പ് അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്. അല്ല, അങ്ങനെ ചെയ്തപ്പോഴൊക്കെ പലരുടെയും കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണെന്നും പ്രതിപക്ഷം എന്താണ് പറഞ്ഞത്, ഏറ്റവും ഒടുവിൽ PP ദിവ്യയുടെ കാര്യമൊക്കെ വന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ആ കാര്യത്തിൽ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അങ്ങനെ ആരോപണം വന്ന ആളുകളുടെ പേരിൽ എടുത്ത നടപടികളും നമ്മൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് ഇതിനു വേണ്ടിയൊക്കെ നിരത്തിലിറങ്ങി സമരം ചെയ്തത് നമ്മൾ കണ്ടതാണ്. എവിടെയൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ സമരങ്ങളൊക്കെ നടത്തിയ പാർട്ടിയുടെ നേതാക്കളുടെ പേരിൽ ഇപ്പോൾ വയനാട്ടിൽ ഈ രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് കോൺഗ്രസ് കാണിക്കുന്ന നിലപാട് കാണുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, കോൺഗ്രസ് സംരക്ഷിക്കുന്നുണ്ടോ? IC ബാലകൃഷ്ണൻ MLA പോലെ ഒരാൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വന്നിട്ടാണോ ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്? ഇപ്പോൾ അദ്ദേഹം പ്രതിയാണ്. ഈ കാര്യത്തിൽ കർശന ഉപാധികളോടെ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് ഹാജരാകണം എന്ന് ലിമിറ്റഡ് കസ്റ്റഡിയിൽ അദ്ദേഹത്തെ പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ND അപ്പച്ചനാണെങ്കിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ആ ജില്ലയിലെ, അപ്പോഴും ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധികൾ ഇങ്ങനെ ആയിരിക്കണമോ? അവർ ഇങ്ങനെ ഒളിച്ചു നടക്കുകയാണോ വേണ്ടത്? ഈ ജാമ്യം കിട്ടുന്നത് വരെ ഇവരെവിടെയായിരുന്നു? കോൺഗ്രസ് എന്ത് നിലപാടാണ് ഇവരോട് കാണിച്ചത്? IC ബാലകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ എത്തിയതായിട്ടും വാർത്തകളുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അതിനിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു മുൻകൂർ ജാമ്യം IC ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. IC ബാലകൃഷ്ണൻ എവിടെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളോട് പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം എവിടെയായിരുന്നു എന്ന്? അതായത് ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ഇടതുമുന്നണിയുടെയാണ്, ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. IC ബാലകൃഷ്ണൻ പ്രതിപക്ഷ MLA ആണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ആ നിലയ്ക്ക് IC ബാലകൃഷ്ണനെതിരെ ഏത് നടപടിയും പോലീസിന് എടുക്കാമല്ലോ. പ്രതിപക്ഷത്തിന് എന്ത് നിലപാട് കൊടുക്കാമോ? പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷത്തെക്കാൾ മാതൃക കാണിക്കേണ്ടവരല്ലേ? അവരടുത്ത് വീണ്ടും ഭരണത്തിൽ വരേണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നും പ്രതിപക്ഷത്തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിന് തോന്നിയതുപോലെ കാണിക്കാം. പക്ഷേ പ്രതിപക്ഷം ഒരു അല്പം ധാർമ്മികമായി പെരുമാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ജനങ്ങളുടെ മുമ്പിൽ മാതൃക കാണിക്കേണ്ടവരാണ്. അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ അവരുടെ കാര്യങ്ങളിലെങ്കിലും വരുമ്പോൾ അത് പാലിക്കേണ്ടവരാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ എന്താണ് ഒളിച്ചു നടക്കുകയായിരുന്നു എന്ന് പരാതി വന്നു. മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്, പിന്നീട് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒന്ന് കേൾക്കാം. നോക്കൂ, IC ബാലകൃഷ്ണൻ ഇന്ന് എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇല്ല, ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന്, ഞാൻ തികച്ചൊരു ദൈവവിശ്വാസിയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, എവിടെയും അന്വേഷിച്ചാൽ നല്ലൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. എൻ്റെ മനസ്സൊരു പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ട്. അത്തരത്തിലൊരു യാത്ര ചെയ്തതാണ്, അല്ലാതെ ഒളിവിൽ പോയതാണ്. ഞാൻ ഇന്നലെ നിയമസഭയിൽ വരേണ്ട കാര്യമുണ്ടോ?
IC ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഒളിവിൽ പോയതല്ല, അദ്ദേഹം ദൈവവിശ്വാസി ആയതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയതാണെന്നാണ്. ഈ ദിവസങ്ങളിൽ അത്രയും അദ്ദേഹം ജനങ്ങളുടെ കാര്യത്തിൽ നിന്ന് മാറി ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം 10 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണാതായപ്പോൾ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾക്കാം, നോക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നോ നാളെയായിട്ട് നാട്ടിലെത്തും. അതെ, 10-ാം തീയതി പറഞ്ഞതാണ് IC ബാലകൃഷ്ണൻ. അന്ന് കാണാതായതാണ്. അന്ന് കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ കാര്യം ആയി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഇന്നും നാളെയുമായി അദ്ദേഹം കേരളത്തിലേക്ക് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ പിന്നെ കാണുന്നത് ഇന്നലെ നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ്. എന്താണ് സാർ, ഇങ്ങനെയാണോ ജനങ്ങളോട് ഒരു MLA പെരുമാറേണ്ടത്? കോൺഗ്രസ് ഇതിനൊക്കെ വളം വെക്കുന്ന പാർട്ടിയാണെങ്കിൽ എനിക്ക് തർക്കമില്ല, പക്ഷേ അത്രേ ഉള്ളൂ കോൺഗ്രസ് എന്ന് സമ്മതിക്കണം. ഇതൊക്കെ ലാലെ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം, അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തരുത്. IC ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞ അദ്ദേഹം കല്യാണത്തിന് കർണാടകയിൽ പോയി എന്നാണ് എല്ലാവരും കേട്ടതാണ്. കല്യാണം ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, 10 ദിവസം കല്യാണം നീണ്ടു നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ദർശനത്തിന്, ക്ഷേത്ര ദർശനത്തിന് പോയി എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. നിങ്ങളിപ്പോഴാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോയി. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് കല്യാണമായിരുന്നു, കല്യാണത്തിന് പോയി. ഇന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ദർശനത്തിന് പോയി. പിന്നെ അദ്ദേഹം നിയമസഭാ ഇവിടെ വയനാട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. ഇന്നും നാളെയുമായി ഞാൻ വയനാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങ് കേട്ടില്ലേ? അതേ, ഇന്നും നാളെയുമായി വയനാട്ടിൽ വന്നില്ല. അതേ, അടുത്ത 10 ദിവസം വയനാട്ടിൽ വന്നില്ല. അദ്ദേഹത്തെ വയനാട്ടിൽ കാണുന്നത് പിന്നെ എപ്പോഴാണ് സാർ? കാണുന്നുണ്ടോ? കണ്ടിരുന്നോ? നോക്കൂ ലാലെ, ഇതിൽ നിങ്ങൾ പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഇന്ന ദിവസം വരും അന്ന് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചിടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ കാറിലോ ട്രെയിനിലോ ബസ്സിലോ നിയമസഭയിൽ എത്തണമല്ലോ, തിരുവനന്തപുരത്ത് എത്തണമല്ലോ. അവിടെ നിന്ന് വേണം നടന്നിട്ടോ ഓട്ടോറിക്ഷയിലോ വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പങ്കെടുക്കാൻ വന്നതിന് കോടതിയുടെ ഒരു പരാമർശത്തിന്റെ തണലുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇനി അദ്ദേഹം ഒളിച്ചല്ല പോയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ND അപ്പച്ചൻ എന്ന കോൺഗ്രസ് നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇന്ന് ചില മാധ്യമങ്ങളോട് പറഞ്ഞതുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, അതിൻ്റെ രേഖയുണ്ട്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ND അപ്പച്ചൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മാറി നിന്നതാണ്. കാരണം ഈ പോലീസ്, ഈ സർക്കാരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് പേടിച്ച് മാറി നിന്നതാണ് എന്നാണ്. ഈ ആനുകൂല്യം ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇവരുടെ ഈ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ മാറി നിന്നതും അവർക്ക് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങളെ ഒഴിവാക്കി കൊടുക്കുന്നതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രിവിലേജ്. ഇത് മറ്റുള്ളവർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ആരും അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. നോക്കൂ ലാലെ, ഞാൻ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത് എന്താണ്? മുൻകൂർ ജാമ്യം നേടുമ്പോൾ മാറി നിൽക്കുക എന്നുള്ളത് നിയമ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ്റെ പോലീസ് കോൺഗ്രസ് നേതാക്കളെ ഏത് നിമിഷവും ഏത് വീട്ടിൽ കയറിയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവർക്കത് അവരുടെ ഒരു ഹരമാണത്, കോൺഗ്രസ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ. പറയാൻ അനുവദിക്കേ. ലാലെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അതായത് ഇവിടെ PP ദിവ്യയുടെ കാര്യത്തിലാണെങ്കിലും അപ്പച്ചൻ്റെ കാര്യത്തിലാണെങ്കിലും പോലീസിൻ്റെ നിലപാട് 2 തരത്തിലായിരുന്നല്ലോ. നിങ്ങൾ ഈ 2 മാസം മുമ്പ് നടന്ന ADMൻ്റെ ആ അറസ്റ്റ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPMൻ്റെ വനിതാ നേതാവിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തതെന്നും അവരെക്കുറിച്ച് എന്താണ് അക്കാലത്ത് വർത്തമാന പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വാർത്തകൾ വന്നെന്നുള്ളതും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ എന്താണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അത് മറന്നിട്ടില്ല ജനം. അത് മറക്കാത്ത ജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിങ്ങളെ വെറുതെ കണ്ടത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് എന്താണ് മുദ്രാവാക്യം കോൺഗ്രസിൻ്റേത് എന്നുള്ളത് നമുക്കറിയാം. അക്കാര്യത്തിൽ CPM എന്ത് നിലപാട് എടുത്തു എന്നുള്ളത് നമുക്കറിയാം. PP ദിവ്യയ്ക്ക് ഏതൊക്കെ സ്ഥാനങ്ങൾ പോയി എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് മുൻകൂർ ജാമ്യവും ഈ പറഞ്ഞ ജാമ്യത്തിൽ എന്ത് നിലപാട് കോടതി എടുത്തു എന്നുള്ളത് നമുക്കറിയാം. അവർ ജയിലിൽ കിടന്നത് നമ്മൾ കണ്ടതുമാണ്. അതിപ്പോൾ ഇവിടെ കോൺഗ്രസിന് അക്കാര്യത്തിൽ എന്ത് നിലപാട് എന്ന് ചോദിച്ചെടുത്താണ് ഇത്രയും അങ്ങ് ഇപ്പോൾ വാദിക്കുന്നത്. ഇത്രയും വാദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അടുത്ത ആളുകളിലേക്ക് കൂടി പോയിട്ട് ഞാൻ വരാം. 10 മിനിറ്റോളം നമ്മൾ തമ്മിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അടുത്ത അതിഥിയിലേക്ക് കൂടി പോകുന്നത്. കെ റഫീഖ്, ഇത്രയും
വിശദീകരിക്കുന്നത്? കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങക്ക് എന്താണ് മനസ്സിലാകുന്നത്? IC ബാലകൃഷ്ണന് ഇന്ന് മുൻകൂർ ജാമ്യം, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ചയിലേക്ക് വരാം, പക്ഷേ മുൻകൂർ ജാമ്യം IC ബാലകൃഷ്ണനും ND അപ്പച്ചനുമൊക്കെ ഇന്ന് കിട്ടുമ്പോൾ ശരിക്കും അത് ജനമനസ്സിൽ ജാമ്യം കിട്ടിയ സ്ഥിതിയാണോ? ഒരിക്കലുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുതകളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജാമ്യം എന്നൊക്കെ പറയുന്നത് കോടതിയുടെ നടപടിയുടെയൊക്കെ ഭാഗമായി സാങ്കേതികമായി ലഭിക്കുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് കേസാകെ ഇല്ലാതാവുന്നില്ല, കേസ് നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ കോടതിയുടെ ജാമ്യം നൽകിക്കൊണ്ടുള്ള കാര്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പെറ്റീഷണേഴ്സ് ഷാൾ അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർ 3 days, അതായത് 20, 21, 22 തീയതികളിൽ 10 മണിക്കും അതുപോലെ 5 മണിക്കും ആ ഒരു സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുമ്പിൽ ഈ ഡേറ്റുകളിൽ ഹാജരാവണം. 20-നും 21-നും 22-നും ഹാജരാവണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കോടതിയുടെ ജാമ്യങ്ങൾ. അപ്പോൾ അതായത് പ്രതികളായതുകൊണ്ട് തന്നെയാണല്ലോ ഹാജരാവാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നതൊക്കെ ഒരു സാങ്കേതികമായ കാര്യം. ജനങ്ങളുടെ മനസ്സിൽ ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. കാരണം ഇവിടെ NM വിജയേട്ടൻ്റെ മരണം ഇവർക്ക് ഈ ജാമ്യം കിട്ടിയോടുകൂടി ആവുന്നില്ലല്ലോ, മരണം ഇല്ലാതാവുന്നില്ലല്ലോ. 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ 2 ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണം കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ആ 2 ജീവനുകൾ നഷ്ടപ്പെട്ടത് ഇല്ലാതാവുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത് പുറത്തു വന്നു കഴിഞ്ഞു, അതില്ലാതാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ വലിയ രൂപത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അതില്ലാതാവുന്നില്ല. വിജയേട്ടൻ്റെ കത്ത് എല്ലാം പറഞ്ഞ് എന്തുകൊണ്ടാണ് ഞാൻ മരിക്കേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട്, അതായത് അദ്ദേഹം അനുഭവിച്ച പ്രയാസം, അദ്ദേഹം ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്, ആരൊക്കെയാണ് പണം തരാനുള്ളത്, ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം ആരുടെയൊക്കെ കയ്യിലാണ്, തൻ്റെ മരണത്തിന് ഉത്തരവാദി IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചനും ഉൾപ്പെടെയുള്ളവരാണ് എന്നതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള അദ്ദേഹം എല്ലാം പറഞ്ഞിട്ടുള്ള കത്ത് അതില്ലാതാവുന്നില്ലല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം, ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെ 7 വർഷക്കാലം ആ അർബൻ ബാങ്കിൽ താൽക്കാലികമായി ജോലിയിൽ നൽകുന്നു. എന്നാൽ സ്ഥിരപ്പെടുത്തേണ്ട ഘട്ടം വന്നപ്പോൾ ആ മകനെ ഒഴിവാക്കി വിട്ട് അതിന് പകരം 25 ലക്ഷം രൂപ വാങ്ങി മറ്റൊരാൾക്ക് നിയമനം നൽകുന്നു. അതില്ലാതാവുന്നുണ്ടോ ഈ ജാമ്യം കിട്ടുന്നതോടുകൂടി? ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം തുറന്ന പുസ്തകം പോലെ തെളിവാണ്. ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച പ്രതിനിധി സൂചിപ്പിച്ച പോലെയാണോ വിഷയം? CPMൻ്റെ ഏതെങ്കിലും പ്രവർത്തകനോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസോ നേരിട്ട് ഈ കാര്യത്തിൽ ഒരു കത്തുണ്ടാക്കി തയ്യാറാക്കി തിരക്കഥയുണ്ടാക്കി കേസെടുത്തതാണോ? അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും പോലീസ് അതിനുവേണ്ടി കേസെടുത്തതാണെന്ന്. അങ്ങനെയല്ലല്ലോ. ഈ കത്ത് പുറത്തു വന്നത് ആരാണ്? പുറത്തുവിട്ടത് ആരാണ്? CPMൻ്റെ പ്രവർത്തകരാണോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകനാണോ? അല്ലല്ലോ. ഇത് പുറത്തുവിട്ടത് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച NM വിജയേട്ടൻ്റെ DCCയുടെ ട്രഷററായിരുന്ന NM വിജയേട്ടൻ്റെ മകനാണല്ലോ പുറത്തുവിട്ടത്. അദ്ദേഹം പുറത്തുവിടുന്ന കത്ത് വ്യാജമാണ് എന്നാണോ ഇവരതുകൊണ്ട് പറയുന്നത്? ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ആ കത്തിൽ വളരെ കൃത്യമായി പറയുകയല്ലേ. ഇതൊന്നും ഇല്ലാതാകുന്നില്ല ജാമ്യം കിട്ടുന്നതോടുകൂടി. അത് മുൻകൂർ ജാമ്യമാണ് കിട്ടുന്നത്. കേസിൽ വിധി വരികയല്ല ഉണ്ടായത്. ഇത് കുറ്റക്കാരല്ല എന്നുള്ള വിധിയല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമുണ്ട്, വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതി എത്രമാത്രം വലുതാണ് എന്നതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. KPCCയുടെ നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞ് കുടുംബത്തെ ആക്ഷേപിച്ച സുധാകരൻ ഇത്ര ദിവസം പിന്നിട്ടിട്ടും ആ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഒരു അനുശോചനക്കുറിപ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറായോ? കോൺഗ്രസിന് വേണ്ടി 5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് മരിച്ചിട്ട് ഇത്രയേറെ വിവാദങ്ങളായിട്ടും ഒരു അനുശോചനക്കുറിപ്പെങ്കിലും എഴുതാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതയായ നേതാവും ഈ പാർലമെന്റിലെ മെമ്പറുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വാദ്രയ്ക്ക് തയ്യാറായോ? ഇല്ലല്ലോ. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. KPCC നേതൃത്വത്തിന് നേരത്തെ അദ്ദേഹം ഒരു കത്തെഴുതി 2021. ആ കത്തിൽ കൃത്യമായി പറയുന്നു, എനിക്ക് IC ബാലകൃഷ്ണൻ്റെ കയ്യിലാണ് പണമുള്ളത്, ആ പണം വാങ്ങി എനിക്ക് തിരിച്ചു നൽകണം എന്ന് പറയുന്നു. ആ പണം വാങ്ങി തിരിച്ചു നൽകാനുള്ളൊരു മര്യാദയെങ്കിലും KPCC നേതൃത്വം ഇതിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാവില്ലേ? അദ്ദേഹം മരിക്കേണ്ടി വരുമായിരുന്നോ? ഭിന്നശേഷിക്കാരനായ ആ മകന് 7 വർഷക്കാലം ജോലി ചെയ്ത മകന് തൊഴിൽ കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസം അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അദ്ദേഹം കത്തിൽ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അല്ലെങ്കിൽ CPM ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം NM വിജയൻ കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് കോടതിയിൽ
ഈ പ്രതികളുടെ വക്കീൽ പറഞ്ഞിട്ടുള്ളത്? ഇന്നിപ്പോൾ വക്കീൽ പറയുന്നതൊക്കെ കേട്ടപ്പോൾ NM വിജയനാണ് വലിയ തെറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പോൾ മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതി എങ്ങനെയാണ്? കോൺഗ്രസ് അംഗീകരിക്കുന്നതാണോ ഇതൊക്കെ? എങ്ങനെയാണ് ഈ കോൺഗ്രസ് നേതാക്കളെ പുറത്ത് ഇവർ സ്വീകരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും കോൺഗ്രസിന് നേതൃത്വമാണ് ഇതിൽ വളരെ ഗൗരവമായി മറുപടി പറയേണ്ട വിഷയമാണുള്ളത്. ഇവിടെ വക്കീൽ ഇവരുടെ അഡ്വക്കേറ്റ്സ് കോടതിയിൽ വാദിച്ചത് അപ്പാടെയും എന്ന് പറയുന്നത് NM വിജയേട്ടൻ അഴിമതിക്കാരനാണ് എന്ന രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടാണ്. നേരത്തെ ഇവിടെ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട്ടിലേക്ക് വന്നിട്ട് കുടുംബത്തോടൊപ്പമാണ് എന്നാണല്ലോ ഇവർ പറഞ്ഞത്. പക്ഷേ കോടതി നടപടികൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇത് വ്യാജരേഖയാണ്, ഈ കത്ത് വ്യാജമാണ് എന്ന വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്. ഈ കത്ത് വ്യാജമാണെന്ന് പറയുമ്പോൾ ഈ കത്ത് പുറത്തുവിട്ടത് ആരാണ്? പുറത്തുവിട്ടത് ആ കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തെ വീണ്ടും വീണ്ടും ഇവർ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് NM വിജയേട്ടൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ച കത്ത്. അതിൽ അവസാനിപ്പിക്കുന്ന ഭാഗം ഇതാണ്: ഈ മരണക്കുറിപ്പ് താങ്കൾക്ക് ലഭിച്ച്, അതായത് KPCC പ്രസിഡന്റിനോട് പറയുകയാണ്, ഈ മരണക്കുറിപ്പ് താങ്കൾക്ക് ലഭിച്ച് 10 ദിവസത്തിനകം ഇതിൽ പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ പോലീസിന് നൽകണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ കത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മരണക്കുറിപ്പായ തന്നെ കത്താണ്. പക്ഷേ ആ കത്തിനെ അതിലെ ചില പരാമർശങ്ങളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് NM വിജയേട്ടൻ വ്യാജമായി പറയുകയാണ്, അദ്ദേഹം നടത്തിയ അഴിമതിയാണ് എന്ന രൂപത്തിൽ വരുത്തുകയാണ്. അദ്ദേഹം വലിയ അഴിമതിക്കാരനായിട്ടാണ് കോടതിയിലുള്ള ഇവരെ രക്ഷിക്കാൻ വേണ്ടി, ഇതിൻ്റെ യഥാർത്ഥ തെറ്റുകാരായ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി NM വിജയേട്ടനെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നത്, കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ളത്? അങ്ങനെയാണ് കോൺഗ്രസ് അത് പറയട്ടെ. ഇത് കുടുംബത്തോടൊപ്പം പോയിട്ട് നിങ്ങൾക്കൊപ്പമാണെന്ന് പറയുകയും തെറ്റുകാരായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി NM വിജയേട്ടനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണല്ലോ ഇതിലുണ്ടായത്. തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. 2021 ഈ കത്തിൽ അദ്ദേഹം എഴുതി വെച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇതൊന്ന് ഈ ഒറ്റ വാചകം പൂർത്തീകരിക്കട്ടെ. 2021 കൊടുത്ത കത്തിൽ IC ബാലകൃഷ്ണനാണ് പണമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ ഘട്ടത്തിലും IC ബാലകൃഷ്ണനെ സംരക്ഷിച്ചു. നിങ്ങൾ നോക്കൂ, KPCC നേതൃത്വം എന്തുകൊണ്ടാണ്? അവർക്കിതിൽ പങ്കുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ പ്രതിയാണ്, 2ാം പ്രതിയാണ് എങ്കിലും ജില്ലയിലെ തലമുതിർന്ന നേതാവാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് ND അപ്പച്ചൻ. അദ്ദേഹത്തെ കേട്ടാലിറക്കുന്ന ഭാഷകൾ തെറിവിളിച്ചു, പരസ്യമായി തെറിവിളിച്ചു. ഇപ്പോഴും അതിൽ ലഭ്യമാണല്ലോ. അപ്പോഴും IC ബാലകൃഷ്ണൻ സംരക്ഷിക്കുന്നു. ഇപ്പോൾ 2 പേർ മരിച്ചു. മരിച്ച ഘട്ടത്തിലും 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി ഒരു പ്രവർത്തിച്ച മനുഷ്യൻ ഉൾപ്പെടെ മരിച്ചു. ആ ഘട്ടത്തിലും അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറയുന്നു. IC ബാലകൃഷ്ണന് വേണ്ടി പൊതുയോഗം നടത്തിക്കൊണ്ട് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്നു, കോടതിയിൽ കുടുംബത്തെ ആക്ഷേപിക്കുന്നു. ഇതല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ഇവിടെ IC ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് വേണ്ടി മറ്റ് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർക്ക് യാതൊരു വിലയുമില്ലാത്ത രൂപത്തിലേക്ക് ഈ അഴിമതിക്കും ഈ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യത്തിനുമെല്ലാം കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്ക് KPCC നേതൃത്വം മാറുന്നു. ഇതിൽ 1ാം പ്രതി ഇപ്പോഴും IC ബാലകൃഷ്ണനാണ്. ജാമ്യാപേക്ഷയിൽ മാത്രമാണ് തീരുമാനം വന്നിട്ടുള്ളത്, അല്ലാതെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മാത്രമാണ് തീരുമാനം വന്നത്. ഇപ്പോഴും 1ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ, ഇപ്പോഴും 2ാം പ്രതിയാണ് DCCയുടെ അധ്യക്ഷൻ. എന്നിട്ട് അവർ ഇപ്പോഴും MLA ആയി തുടരുകയാണല്ലോ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, PP ദിവ്യയുടെ കേസ് ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ CPIM സ്വീകരിച്ച നിലപാട്. പക്ഷെ എന്തുകൊണ്ടാണ് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് പുറത്താക്കാൻ തയ്യാറാവാത്തത്? അതിന്റെ അർത്ഥം ഇവരെ എല്ലാം ചേർന്ന് KPCC നേതൃത്വം ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നത്. അതിന്റെ ഇരയായിട്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് N. ലാൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, നിയമപരമായി കോൺഗ്രസിന്റെ നേതാക്കൾ ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെട്ട നേതാക്കൾ പുറത്തേക്ക് വരാൻ, അതായത് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനൊക്കെ എടുക്കുന്ന നിലപാടുകൾ ഒരു ഭാഗത്ത്, അതേസമയം അവർ കോൺഗ്രസ് പാർട്ടി NM വിജയൻ്റെ കുടുംബത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ വേറൊരു ഭാഗത്ത്. പോലീസിൻ്റെ രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ, പോലീസ് കണ്ടെത്തിയ രേഖകളിൽ പറയുന്ന കത്തുകൾ ഉൾപ്പെടെയുള്ള രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണിക്കുന്ന ചില സത്യങ്ങൾ, ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് സമാനമായ കാര്യങ്ങളിൽ മുൻപെടുത്ത നിലപാടുകളും ഇപ്പോഴെടുക്കുന്ന നിലപാടുകളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? അവർക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ജനങ്ങളോട് പറഞ്ഞു നിൽക്കാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ?
നോക്കൂ, ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം 2-3 വിഷയങ്ങളാണ് പ്രാധാന്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ടതാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഒരാളുടെ ലീഗൽ റൈറ്റാണ്. അദ്ദേഹത്തിന് മൂവ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അത് കിട്ടുന്നതിലും തെറ്റില്ല. ഞാൻ നേരത്തെ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞതുപോലെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല. കാര്യം പിന്നീട് വരുമ്പം കോടതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പെറ്റീഷൻ ഇൻഫ്രക്ച്വസ് ആവും. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കണോ വേണ്ട എന്നുള്ളത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പെറ്റീഷന് പ്രസക്തി ഇല്ലാതാവും. അപ്പോൾ ഓർഡേഴ്സിന് എടുത്തിരിക്കുന്ന ഒരു അല്ലെങ്കിൽ വിധി പറയാൻ വെച്ചിരിക്കുന്ന ഒരു പെറ്റീഷൻ, അതിൽ നമ്മൾ തിടുക്കം പിടിച്ച് അറസ്റ്റ് ചെയ്യാനും അതിൻ്റെ ആക്ഷൻസിലേക്കും പോകത്തില്ല. അതിപ്പം IC ബാലകൃഷ്ണൻ റോഡിലൂടെ ഇറങ്ങി നടന്നിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന്. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളത് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യം നോക്കൂ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഇൻ ടു എ വിഷ്യസ് സർക്കിൾ. എന്താണ് വിഷ്യസ് സർക്കിൾ? ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗൽ പ്രൊസീജിയർ നടക്കുന്നുണ്ടല്ലോ, ആ ലീഗൽ പ്രൊസീജിയറിൽ ഒരു കാരണവശാലും NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്തൊരു പൊസിഷൻ കോൺഗ്രസ് പാർട്ടിക്ക്, എസ്പെഷ്യലി IC ബാലകൃഷ്ണനും പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഏതെങ്കിലും തരത്തിൽ NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ് വളരെ നല്ല വ്യക്തിത്വമായിരുന്നെന്നും അദ്ദേഹം നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണെന്നും അഴിമതി രഹിതമായ ഒരു ജീവിതമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഇവരുടെ കേസ് പോയി. അപ്പോൾ ഇവർ കേസ് വാദിക്കുമ്പോൾ എന്താ, ഈ ആൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല, കൊടുത്ത ആളുണ്ട്, വാങ്ങിച്ച ആളുമുണ്ട്. ഇത് IC ബാലകൃഷ്ണനിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ലിറ്റിഗേഷൻ പ്രോസസ്സിനകത്ത് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് NM വിജയൻ കള്ളനാന്ന് പറയുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ഇന്നല്ല വരാൻ പോകുന്ന ദിവസവും പറയും. കാര്യം അതൊരു അഡ്വക്കസിയുടെ ഭാഗവും കൂടിയാണ്, അല്ലെങ്കിൽ ആ ലീഗൽ പ്രൊസീജിയറിൻ്റെ ഒരു ഭാഗമാണ്. കുഴപ്പം അത് നമ്മുടെ പൊളിറ്റിക്കൽ സമവാക്യവുമായി ചേരില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ കൈരളിയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. മറ്റാരും അത്രത്തോളം എടുത്തിട്ടില്ല. അവിടെ ഒക്കെ വന്ന് പറഞ്ഞിരുന്ന വിജയേട്ടൻ നമ്മുടെ സ്വന്തമാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ പല ആൾക്കാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ കോൺഗ്രസിൻ്റെ ഏറ്റവും സ്നേഹമുള്ള ആൾ ഞങ്ങൾ നിൽക്കും തിരുവഞ്ചൂരി എന്ന്, ഞാൻ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. കാര്യം രണ്ടുപേരും ഒരിടത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. പിന്നെ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ആ ലീഗൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഒരാൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ മാറി നടക്കുന്നു. അത് വളരെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. വേണോ വേണ്ടായോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പം CPMൻ്റെ ഒരാളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇയാൾക്ക് പേടിച്ചോടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പലപ്പോഴും വരാറുണ്ട്. നമ്മൾ അതിൻ്റെ റൈറ്റ് സെൻസിൽ അതിനെ കാണാറില്ല. കാര്യം പേടിയാണ്. ഇപ്പോൾ PP ദിവ്യക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അവർ ഈ പറയുന്നത് പോലെ തന്നെ IC ബാലകൃഷ്ണൻ ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹത്തെയും കണ്ടിട്ടില്ല. IC ബാലകൃഷ്ണൻ എവിടെ എന്നുള്ള ചോദിച്ചതിനെ വിട്ട് കേരളത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. ദിവ്യ എവിടെ, ദിവ്യ ഒളിവിൽ, പിടികിട്ടാപ്പുള്ളി എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ കേരളത്തിൽ നടന്നിരുന്നുവെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല പൊസിഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇരട്ട നീതി എന്ന് പറയുന്നൊരു കാര്യം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ നടക്കുന്ന ചർച്ചാ വിഷയങ്ങൾ ഏതാണ് പ്രാധാന്യമുള്ളത്, ഏതാണ് അപ്രധാനം എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളിൽ 2 പേർ മരിച്ച വിഷയം മാധ്യമങ്ങൾക്കൊരു പ്രശ്നമല്ലാതെ വരികയും ഒരാൾ അവരുടെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന അനുമാനം, ആ അനുമാനം ഒരു ചർച്ചാ വിഷയമായി ഒരു 10-30 ദിവസത്തോളം വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യവും വന്നു. ഇത് നമ്മുടെ കഴിഞ്ഞ ഈ പറയുന്ന ADM മരിച്ച ശേഷം അല്ലെങ്കിൽ ADMത്തിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം കേരളത്തിലെ ചർച്ചകൾ പൂർണ്ണമായും അതിലേക്കാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ നോക്കൂ, എത്ര ഡിസ്കഷൻസ് നടന്നു. കൈരളിയിൽ നടന്നു. എനിക്കറിയാം, കൈരളിയിൽ ഇരുന്ന ഡിസ്കഷനുകളിൽ ഞാൻ ഇരുന്നിട്ടുള്ള ഒരാളാണ്.
പക്ഷെ മറ്റ് ചാനലുകൾ ആരും ഇതേക്കുറിച്ച് എടുത്തിട്ടില്ല. അങ്ങനെ ചോദ്യചിഹ്നമിട്ട് എടുക്കാത്തടത്തോളം കാലം ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ആൾക്കാർക്കറിയില്ല. ഇപ്പം നോക്കൂ, ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, അല്ലെങ്കിൽ CPM പ്രതിനിധി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് IC ബാലകൃഷ്ണൻ്റെ വക്കീല് അവിടെ പറഞ്ഞത്. അത് വേറെ ഏതെങ്കിലും ഒരു ഇപ്പുറത്ത് CPM-ൻ്റെ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ ചർച്ച? ഇപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ 2 രാഷ്ട്രീയ പാർട്ടികളുള്ളപ്പം അതിനകത്ത് 10ഓ 12ഓ ചാനലുകളിൽ ഒരു ചാനൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്ത് മറ്റേതിലേക്ക് പോകുമ്പം കോൺഗ്രസിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ആ അഡ്വാൻറ്റേജ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ല. താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു, കോൺഗ്രസിന് എങ്ങനെ ഈ ഒളിച്ചുകളി എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? അധികം നാൾ കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന NM വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ വീട്ടുകാരിത് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്തിനാണ് പൈസ വാങ്ങിച്ചത്, ഇല്ലയോ, ഉണ്ടോ, ഇങ്ങനെയുള്ള സാധാരണപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. സാധാരണ ദീസ് ആർ വെരി ഓർഡിനറി ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളായിരുന്നു, വൈ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്? ഈ മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്തു? അതിനൊന്നും കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഇനിയിപ്പം അത് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ പറയുന്ന നിയമ പോരാട്ടത്തിനകത്ത് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നു, അദ്ദേഹം അഴിമതിക്കാരനാണെന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗ്ഗങ്ങളില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ തന്നെ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണ് IC ബാലകൃഷ്ണനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ DCC പ്രസിഡന്റിനും എന്ത് പ്രാധാന്യമാണ് കോൺഗ്രസ് കൊടുക്കുന്നത്? കോൺഗ്രസിനകത്തെ വലിയ രീതിയിലുള്ളൊരു ഗ്രൂപ്പ് പോരുണ്ട്. ആ ഗ്രൂപ്പ് പോര് തലയെണ്ണമാണ് എപ്പോഴും അവിടുത്തെ കാര്യം. ഒരു MLA ആണ് IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണൻ ആരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു? ഇപ്പം NM വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ കൂട്ടത്തിൽ അദ്ദേഹം നിലക്കൊണ്ട ഒരു വിഷയത്തിന് വേണ്ടി ഇപ്പം VD സതീശനോ രമേശ് ചെന്നിത്തലയോ നിന്നിട്ട് കാര്യമില്ല. കാര്യം അദ്ദേഹം കടന്നു പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പം ഏറ്റവും സേഫായിട്ടുള്ള കാര്യം അവരുടെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് കൃത്യമായും IC ബാലകൃഷ്ണനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലും IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ ഡിഫെൻഡ് ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇവിടെ കോൺഗ്രസ് നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയാലൊന്നും എനിക്ക് അത്ഭുതമൊന്നുമില്ല. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നോർമലാണ്. ഇപ്പോൾ PP ദിവ്യയുടെ വിഷയത്തിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അവർക്ക് എന്ത് കിട്ടിയില്ല എന്ന് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ വിചാരിച്ചത്. മേ ബി അപ്പം പെട്ടെന്ന് നടന്നൊരു ഇൻസിഡൻറ്റും ഈ പറയുന്ന തെളിവ് നശിപ്പിക്കുന്നൊക്കെയുള്ള വാദങ്ങൾ കോടതി അംഗീകരിച്ചതായിരിക്കും. അത് എൻ്റെ വിഷയമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് IC ബാലകൃഷ്ണന് ജാമ്യം കിട്ടട്ടെ, അദ്ദേഹം ഒളിച്ചു നടക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. പക്ഷേ ഒളിച്ച് നടന്നിട്ട് അദ്ദേഹം അമ്പലത്തിൽ പോയതാ പള്ളിയിൽ പോയതാ എന്ന് പറയുമ്പം അത് എസ്ക്യൂ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല നമ്മളിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി മാറി നിന്നതാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒളിച്ച് നടന്നതാണ്. അത് ഒളിച്ച് നടക്കുന്നത് വളരെ യൂഷ്വലായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീകുമാരേട്ടൻ പറഞ്ഞു, അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അതല്ലാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിനോട് കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ ഇവിടെ പറഞ്ഞതാണ്, ഈ പറയുന്ന വയനാട്ടിൽ കൂടെ അദ്ദേഹം നടക്കുന്നു, ആർക്കും പിടിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം മാറി നിന്നതായിരിക്കാം. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നീട് വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. യെസ്, ഇങ്ങനെ ഒളിച്ചു നടക്കാൻ പോലുമുള്ള അവകാശമുണ്ട്. മുൻകൂർ ജാമ്യം കൊടുത്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത് പോലും പ്രശ്നമാണെന്ന് നിയമപരമായ ചില പ്രശ്നങ്ങൾ കൂടിയുള്ളതും കൂടി ലാൽകുമാർ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടി. പക്ഷെ അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചെയ്യുമ്പോൾ മാത്രം അതൊരു ചർച്ചാ വിഷയമല്ല, അത് നമ്മൾ തൊടുകയേ വേണ്ട. എന്നാൽ അതേസമയം CPM-ഓ മറ്റേതെങ്കിലും ഇടത് സഹയാത്രികരോ അത്തരത്തിലുള്ളൊരു അവകാശം വിനിയോഗിച്ചാൽ അത് വലിയൊരു പിഴവ് തന്നെയാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും ചെയ്യും. ശ്രീ N. ശ്രീകുമാർ, 2 കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ NM വിജയൻ ഇവിടെ ഇപ്പോൾ വലിയ വിലയുള്ള ആളല്ല, അദ്ദേഹം കടന്നുപോയി എന്നാണ്. അദ്ദേഹം കടന്നുപോയി. ഇപ്പോൾ ഉള്ളത് IC ബാലകൃഷ്ണൻ എന്ന MLA അല്ലെങ്കിൽ DCC പ്രസിഡന്റ് അപ്പച്ചൻ, ഇതുപോലെയുള്ള ആളുകളൊക്കെയാണ്. ഇവർക്കൊക്കെ വിലയുണ്ട്, ഒന്നുകിൽ പാർട്ടിയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ എണ്ണം നോക്കുമ്പോൾ, തലയെണ്ണം നോക്കുമ്പോൾ. അതുകൊണ്ട് അവരെ എന്തും പറഞ്ഞ്, കോടതിയിൽ എന്തും പറഞ്ഞ്, NM വിജയനെക്കുറിച്ച് എന്തും പറഞ്ഞ് പുറത്തിറക്കുക, ഇതെന്ത് നീതിയാണ് സാർ? ഈ NM വിജയൻ്റെ വീട്ടിൽ ചെന്ന് വേറൊന്ന് പറയുക, അത് കഴിഞ്ഞിട്ട് കോടതിയിൽ NM വിജയനെ ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കുക, എന്ത് നീതിയാണ് വിജയനോട് കാട്ടുന്നത്? നോക്കില്ലാലേ, നിങ്ങൾ 3 പേരും ഇവിടെ ഇരുന്നുകൊണ്ട് CPM-നെ വിളിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ജനം വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ADM-ൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്
വനിതാ നേതാവിൻ്റെ അറസ്റ്റും അക്കാലത്ത് അവരെ ഒരു വീഡിയോയിൽ പോലും വരാതിരുന്നതും IC ബാലകൃഷ്ണൻ വീഡിയോയിൽ വന്നതും നിയമസഭയിൽ വന്നതും ഒക്കെ ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ രണ്ടും രണ്ടായിട്ട് കാണുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ വിജയൻ മരിച്ചതിൽ CPM ദുഃഖമുള്ള കാര്യം നല്ല കാര്യമാണ്. പക്ഷേ അതുപോലെ കരുവന്നൂരിൽ മരിച്ചവരോടും അവർ ദുഃഖം പ്രകടിപ്പിക്കണം, ആത്മഹത്യ ചെയ്തവരോടെ. അവിടെയും ഗോവിന്ദ മാഷ് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അവരെന്ത് സാന്ത്വനിപ്പിക്കാനായിട്ട് നമ്മുടെ അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ മിണ്ടായിരുന്നല്ലോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇടപെടണ്ട. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ ബ്രഹ്മഗിരി എന്നൊരു സൊസൈറ്റി ഉണ്ട് ഇവിടെ CPM ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ. അവിടെയും കൂടെ ഒന്ന് അന്വേഷിക്കുക അവിടുത്തെ കാര്യങ്ങളുടെ. പിന്നെ ലാൽ ചോദിച്ച ചോദ്യം, വിജയൻ്റെ വീട്ടിലേക്ക് KPCC മറ്റേ പ്രതിപക്ഷ നേതാവ് പോയതും കോൺഗ്രസിൻ്റെ സംഘം പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ വീട്ടുകാർ പിന്നീട് പത്രലേഖകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിത് രാഷ്ട്രീയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്, ഞങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ പിതൃവാത്സല്യമാണ് ഞങ്ങൾക്ക് അവർ വന്നപ്പോൾ തന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ രാജ്യത്തെ നിയമം നമ്മൾ നോക്കണമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്വാമിയുടെ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ വന്നപ്പോൾ മക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഒരു വ്യക്തിക്ക് ഇവിടെ കോൺഗ്രസിന് വേണ്ടി ജീവിച്ച 50 കൊല്ലം ജീവിച്ച ഒരാൾക്ക് കോൺഗ്രസിന് വേണ്ടെങ്കിലും നാട്ടുകാർക്കൊരു ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? കോൺഗ്രസിന് വേണ്ടാന്ന് ലാൽ ഈ ചാനലിൽ നിന്ന് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ് നേതാക്കളോടെ പോയത് കണ്ടില്ലേ? അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് അവരെ കൂടെ നിർത്തിയില്ലെങ്കിൽ അവർ തിരിച്ചു പറയും. അതുകൊണ്ട് നോക്കൂ ലാലെ, എന്നെ പറയാൻ അനുവദിക്കേ. ഒന്നിലും മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിരുന്ന പോലെ കേട്ടിരിക്കേണ്ട, കാരണം നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കഴിയട്ടെ. പ്രതിപക്ഷ നേതാവ് വിജയൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങളല്ല പറഞ്ഞത്. അദ്ദേഹം വിജയൻ്റെ വീട്ടിൽ പോയല്ലോ, പ്രതിപക്ഷ നേതാവായിട്ട് ചർച്ച ചെയ്തതും പടങ്ങളും പത്രത്തിലും വന്നു, ചാനലിലും വന്നു. KPCC പ്രതിനിധി സംഘവും അവിടെ ചെന്നു, അവരൊരുമിച്ച് പത്രസമ്മേളനം നടത്തി. നിങ്ങൾ വിജയനെ നിങ്ങൾ സ്നേഹിക്കണം, അത് നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ സ്നേഹിക്കുമ്പോൾ അതൊരു വിജയൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹം തന്നെ കരുവന്നൂരിലും കാണിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ബ്രഹ്മഗിരിയിലും കാണിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം നിങ്ങൾ പറയുന്ന CPM പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ല, അതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുമ്പോൾ വിജയനെ നിങ്ങൾ തള്ളിക്കളയാണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വിജയൻ്റെ കുടുംബം ഇപ്പോഴും കോൺഗ്രസിൻ്റെ കുടുംബമാണ്. വിജയൻ്റെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ്. മകൻ്റെയും നാടിനും ഇല്ലാത്ത കുടുംബം ഞാൻ പറഞ്ഞതല്ല. അല്ല, എന്നിട്ട് ആ പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്നപ്പോൾ അവർ സ്വീകരിച്ചത് കണ്ടില്ലേ? അതെന്താ പറയാത്ത? അതും കൂടെ പറയല, രണ്ടും കൂടെ പറ, ഒന്ന് മാത്രം പറയല്ലേ? അതായത് എൻ്റെ ലാലെ, നിങ്ങളുടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണനെ വിളിച്ചാൽ അദ്ദേഹം വരും, ആരായാലും വരും, ചോദ്യം ചെയ്യാൻ വരും, ആരും ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നിലപാടേ ഉള്ളൂ, ബാധിക്കൊപ്പം നിൽക്കുക, പ്രതിക്കൊപ്പം നിൽക്കുക, അങ്ങനെയില്ല. അദ്ദേഹം കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞു, പിന്നീട് തീർത്ഥാടനമാണെന്ന് പറയുന്നു. ശരിക്കും അന്വേഷണം നടത്തണോ? കോൺഗ്രസ് അന്വേഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ വിടുമോ? ഇദ്ദേഹം ഏത് കേന്ദ്രത്തിലാണ് പോയതെന്ന് കൃത്യമായി പടം കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ വിടാനുള്ള അന്തസ്സും ധൈര്യവും ഉണ്ടോ കോൺഗ്രസിന്? ലാലെ, ഞാൻ പറയുന്നത് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളതിന് ഇടയ്ക്ക് കയറി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ ജനം കേൾക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ക്ഷമ കാണിക്കൂ. അതായത് ADM മരണപ്പെട്ടപ്പോൾ ADMൻ്റെ കുടുംബത്തിനോടൊപ്പം പ്രതിഭാഗത്തും നിന്നൊരു സമീപനം CPM എടുത്തല്ലോ, പത്തനംതിട്ടയും കണ്ണൂരും. അതുപോലെ കോൺഗ്രസ് എടുക്കില്ല. കോൺഗ്രസ് NM വിജയൻ്റെ കൂടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. IC ബാലകൃഷ്ണൻ തെറ്റുകാരനാണെന്ന് കാണുമ്പോൾ അപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് അതുവരെ ആരോപണ വിധേയം തന്നെ നമ്മൾ പറയുക. മുകേഷ് MLA കുറിച്ച് പറഞ്ഞപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരോപണ വിധേയനാകുമ്പോൾ അയാൾ രാജിവെക്കേണ്ടതില്ല, അത് ഗോവിന്ദ മാഷ് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ല മുകേഷിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഇവിടെയുള്ളൂ. അപ്പം നിങ്ങൾ ലാൽ നേരത്തെ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ, CPMൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയൊന്നും പറയണ്ട. ഓരോരോ കാലത്ത് പാർട്ടിയുടെ സഖാക്കളെ രക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ഭാവിയിൽ വേറെ രീതിയിൽ വരുമെന്ന് മനസ്സിലാക്കണം. ഇവിടെ CPMൻ്റെ പാർട്ടി വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ് ജനങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ, 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ സർക്കാരിൻ്റെ പണം എടുത്തു കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം.
എന്തായാലും നിങ്ങൾ കോടതിയിൽ എൻ.എം. വിജയനെ കുറിച്ച് മറ്റൊന്നും IC ബാലകൃഷ്ണനെ പുറത്തിറക്കാൻ വേണ്ടി എൻ.എം. വിജയനെ തള്ളിപ്പറയുകയും തിരിച്ച് അദ്ദേഹം നിങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ നേതാക്കൾ പലരും കാരണം അദ്ദേഹത്തെ തട്ടിച്ച് പണം തട്ടിയവനെന്ന് അപഖ്യാതി ഉണ്ടാക്കി കടക്കാരനാക്കിയതിൻ്റെ പേരിൽ വേദനിച്ച് മകനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ അന്വേഷിക്കേണ്ട, അതിൻ്റെ കാരണം അറിയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന വാദവും ഒക്കെ കാണുമ്പോൾ അതിനേക്കാൾ എത്രയോ ഭേദമാണ് സാർ ബാക്കിയുള്ളവർ ഇപ്പോൾ എൻ.എം. വിജയനെ സ്നേഹിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ കപട രണ്ട് മുഖങ്ങൾ കാണിക്കുന്നതും. ലാലേ, ഇത് ഞാൻ പറയാത്തതൊക്കെ ലാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ലാലിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങളും കേട്ടതാണ്, ജനങ്ങൾ പത്രത്തിൽ വായിച്ചതുമാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടി എൻ.എം. വിജയനോട് കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹം അംഗീകരിക്കണം, നല്ല കാര്യമാണ്. പക്ഷേ ആ പാർട്ടി ജനം വിശ്വസിക്കില്ല. കാരണം അവരുടെ പൂർവ്വകാല ചെയ്തികൾ അങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് വിശ്വസിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അന്തവും കുന്തവും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ആ പ്രതിപക്ഷ നേതാവാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയത്. ആ മകൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചവിടെ ഇരുന്ന് സംസാരിച്ചത്, ഇറങ്ങി പോകാൻ പറഞ്ഞില്ലല്ലോ. അത് മനസ്സിലാക്കണം. ഇതിൽ CPM എന്താണ് ഇന്ന് കോടതിയിൽ IC ബാലകൃഷ്ണന്റെ വക്കീൽ പറഞ്ഞത്? അല്ല, കോടതിയിൽ വക്കീൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കോടതി കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തീരുമാനം IC ബാലകൃഷ്ണൻ ജാമ്യം കിട്ടി. ഇനി കേസും വിചാരണയും വരികയല്ലേ, അതുവരെ ക്ഷമിക്കേ. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇതെല്ലാം ഈ 19-ാം തീയതി നാളെ പറയണം അദ്ദേഹത്തിന് ഏതൊക്കെ ദിവസങ്ങളാണ് അവിടെ ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഇരിക്കാനുള്ള സമയം ഏതൊക്കെയാണെന്ന് പറയണം. 20-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി ഈ 3 ദിവസങ്ങളാണ് അദ്ദേഹം ഇരുന്ന് കൊടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടാം. 1 ലക്ഷം രൂപയുടെ 2 ഷുവർട്ടികൾ കൂടി അവിടെ വേണം. ഇതൊക്കെയാണ് ഉപാധികൾ. എൻ്റെ ലാലേ, ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി ഒരു കമ്മീഷന് മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്നിട്ട് പരിഹസിച്ചവരാണ് നിങ്ങൾ. അവസാനം എന്നിട്ട് മാപ്പ് പറഞ്ഞില്ലേ മരിച്ചു കഴിഞ്ഞപ്പോൾ? ജനപ്രിയനായ മുഖ്യമന്ത്രി, ജനപ്രിയനായ ഉമ്മൻചാണ്ടി എന്ന ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയില്ലേ? തിരുത്തേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന CPM പ്രതിനിധിക്കും കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതെല്ലാം തിരുത്തേണ്ടി വരും. ശോഭയോടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇപ്പോ ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് പോലെ എല്ലാം പിന്നീട് തിരുത്തേണ്ടി വരും എന്ന ഒരു ധാരണയിൽ ഇപ്പോൾ ഒന്നും പറയാതിരിക്കേണ്ടി വരുമോ? എൻ.എം. വിജയനെ കുറിച്ചൊന്നും മിണ്ടണ്ട എന്നാണോ? ഇനി IC ബാലകൃഷ്ണനും ND അപ്പച്ചനുമൊക്കെ അവരാണ് പ്രധാനം എന്ന് കോൺഗ്രസ് ഇപ്പോൾ കാണുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ജനം അംഗീകരിക്കുമോ? താങ്കൾ അത് നേരത്തെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എൻ ശ്രീകുമാർ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. CPM ഈ കാര്യത്തിലൊക്കെ എടുത്ത നിലപാടുകൾ നേരത്തെ അദ്ദേഹം പറയുന്നതും കേട്ടു. അല്ല, ഇവിടെ അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ദേശാഭിമാനി എഴുതിനെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവായ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള നിലപാടൊക്കെ പൊതുവെ സ്വീകരിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അത് അദ്ദേഹം പറഞ്ഞത് നന്നായി. അതായത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ എതിരാളിയപ്പെട്ട ആളായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ ഉമ്മൻചാണ്ടി. അദ്ദേഹം മരിച്ചപ്പോൾ ദേശാഭിമാനി നന്നായി എഴുതിയെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാൾ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച DCCയുടെ ട്രഷററായിട്ടുള്ള ഒരാൾ മരിച്ചിട്ട് പോലും അയാളെക്കുറിച്ച് നല്ലത് ഇവർ പറയുന്നില്ലല്ലോ. ഇവരെത്രമാത്രം വികൃതമായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വ്യക്തമാവുമല്ലേ അതിലൂടെ. ആ പാർട്ടിയിൽപ്പെട്ട ആൾ മരിച്ചിട്ട് അദ്ദേഹത്തെ നല്ലതാക്കിയല്ല പറയുന്നത്, അദ്ദേഹത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണല്ലോ ഇവർ കോടതിയിൽ പറഞ്ഞത്. ഇപ്പോഴും ഇദ്ദേഹം പോലും പറയുന്നത്, അതായത് ഈ രേഖകൾ കൊടുത്തത് അദ്ദേഹം എഴുതി വെച്ച, അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ച കാര്യങ്ങൾ തെറ്റാണ് എന്നാണല്ലോ ഇപ്പോഴും ഇവർ പറയുന്നത്. അതായത് രാഷ്ട്രീയമായി IC ബാലകൃഷ്ണനെ പ്രതിയാക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹം കൊടുത്ത കത്ത് തെറ്റായിരുന്നു എന്നാണ്, ഇദ്ദേഹം തെറ്റായി എഴുതി എന്നാണെന്നല്ലോ അതിൻ്റെ അർത്ഥം. അദ്ദേഹം ആണ് തെറ്റുകാരൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ആ നിലയിലേക്കാണ് ഇവർ പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ അഴിമതിയെക്കുറിച്ചൊന്നും കൂടുതൽ പറയണം. ഇപ്പം ഏറ്റവും സമീപകാലത്ത് ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാലോ.
ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ച പണം ആലപ്പുഴയിൽ അടിച്ചു മാറ്റിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ആ കാര്യമല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വയനാടുമായി ബന്ധപ്പെട്ട് തന്നെ പറയാം. വയനാട്ടിൽ ഇതുപോലെ ന്യായീകരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് 2023 അവസാനം രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. കോൺഗ്രസിൻ്റെ നേതാവാണ്, പ്രാദേശിക നേതാവാണ്. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അദ്ദേഹം 70,000 രൂപ പുൽപ്പള്ളിയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 70,000 രൂപ വായ്പ എടുക്കുന്നു. അദ്ദേഹത്തിന് പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വരുന്ന നോട്ടീസ് എന്ന് പറയുന്നത്, ജപ്തി നോട്ടീസ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയുടേതാണ്. അതിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ KK അബ്രഹാമാണ്. KK അബ്രഹാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം 11 മാസക്കാലമാണ് ജയിലിൽ കിടന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇവർ ഈ രൂപത്തിൽ ന്യായീകരിച്ചു. CPM കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞു. CPMന്റെ പോലീസ് ചെയ്ത കേസാണ് എന്ന രൂപത്തിൽ പറഞ്ഞു. ആ രൂപത്തിലാണ് ഇവർ ചിത്രീകരിച്ചത്. ഇന്നും സജീവൻ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള സേവാദളിന്റെ അധ്യക്ഷൻ ഇപ്പോഴും ജയിലിലാണ്. എത്ര മാസങ്ങളായി? വർഷം പിന്നിടുന്നു. അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അഴിമതി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വിവിധ ആളുകളുടെ പേരിൽ തട്ടിയെടുത്ത പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ KK അബ്രഹാമും സജീവൻ കൊല്ലപ്പള്ളിയൊക്കെ ജയിലിലായത്. ഇവരിതുപോലെ ന്യായീകരിച്ചതല്ലേ? ഇത് ആദ്യത്തെ അനുഭവമാണോ? ഇപ്പോഴിതാ ഇവർ എത്ര ന്യായീകരിച്ചാലും ആൻറ്റിസിപ്പേറ്ററി ബൈൽ കൊടുത്ത ഇതിൻ്റെ ഭാഗമായി ഈ കേസേ ഇല്ലാതായി എന്ന രൂപത്തിൽ ഇവർ പറയുമ്പോൾ ഇത് തീർച്ചയായും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. ഒരു കേസ് എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്? സ്വാഭാവികമായിട്ടും അതിൽ കേസിൻ്റെ വലിയ പ്രാധാന്യമുണ്ട്, വിഷയങ്ങൾ ഗൗരവമാണെന്ന് പറയുമ്പോഴല്ലേ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു, നിയമ നടപടികളായി മുന്നോട്ട് പോകും. കോടതിയുടെ ഭാഗമായി കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, MLA പോലീസിൻ്റെ മുമ്പിൽ ഹാജരാവേണ്ട ദിവസം പോലും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു MLAക്ക് ഇരിക്കേണ്ടി വരിക, വലിയ രൂപത്തിലുള്ള അഴിമതി ഒരു ഭാഗത്ത്, 2 പേരുടെ മരണം ഒരു ഭാഗത്ത്. അതാണ് നേരത്തെ ഞാൻ ചോദിച്ചത്, ഇവരെന്തൊക്കെ പറഞ്ഞാലും ഈ മരണമില്ലാതാവുമോ? ഇവിടെ CPMന്റെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണോ NM വിജയേട്ടൻ മരിച്ചിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി മൂലമാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയല്ലേ. എന്നിട്ടും ഇപ്പോഴും MLA ആയി തുടരുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവുന്നു. വല്ലാത്ത പ്രയാസം എന്നല്ലാതെ എന്താണ് പറയാൻ വേണ്ടി പറ്റുക? അതുകൊണ്ട് ഇത് ജനങ്ങൾ വളരെ ഗൗരവമായി തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നവീ ബാബുവിൻ്റെ വിഷയത്തിൽ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM സ്വീകരിച്ച നിലപാടെന്താ? എന്തെങ്കിലും ഇതുപോലെ രേഖയുണ്ടായിരുന്നോ? ഇതുപോലെ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നോ? ഇതുപോലെ പല ആളുകൾ, ഇവിടെ രേഖ മാത്രമല്ല, ഇപ്പോൾ താമരച്ചാലിൽ ഐസക്ക്, പത്രോസ് എന്ന് പറയുന്ന മറ്റൊരാൾ, ഇവരെല്ലാം പറഞ്ഞു തങ്ങളുടെ മകന് വേണ്ടി ജോലിക്ക് വേണ്ടി പണം കൊടുത്തതിനെ സംബന്ധിച്ച് പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. പത്രോസ് SP-ക്ക് പരാതി കൊടുക്കുന്നു. അനൂപ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ SP-ക്ക് പരാതി കൊടുത്തിരിക്കുന്നു. എന്താ പരാതി? ബെന്നി എന്ന് പറയുന്ന IC ബാലകൃഷ്ണന്റെ PA, അദ്ദേഹം IC ബാലകൃഷ്ണന് വേണ്ടി 15 ലക്ഷം രൂപ എൻ്റെ ഭാര്യയ്ക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയതിനെക്കുറിച്ച് അദ്ദേഹം SP-ക്ക് പരാതി കൊടുത്തിരിക്കുന്നു. കൈരളിച്ചാൽ തന്നെ പുറത്തുവിട്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം. അതിൽ പറയുന്നെന്താ? ബെന്നി വിളിച്ച് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാം, ഇത് സ്ഥലം വാങ്ങാൻ വേണ്ടി ആണ് പണം വാങ്ങിയത് എന്ന രൂപത്തിൽ പറയണം എന്ന രൂപത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഓരോ തെളിവുകളും പുറത്തു വരുന്നു, എല്ലാ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കേസിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി കഴിയുമോ? ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോഴും വസ്തുതകളെല്ലാം പുറത്തു വരുമ്പോഴും നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ CPIM എടുത്തൊരു ധാർമ്മികമായ നിലപാടുണ്ട്. ഇപ്പോൾ തെളിവുകളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ആ കാര്യത്തിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ ഇല്ലാതിരുന്നിട്ട് പോലും അവിടെ എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ എടുത്ത നിലപാടെന്താ? അവിടെ PP ദിവ്യയോട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്നെല്ലാം മാറ്റുന്ന സാഹചര്യം പാർട്ടിയിൽ, അതുപോലെ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതെല്ലാം CPM സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ടല്ലേ? എന്തുകൊണ്ടാണ് ആ നിലയിൽ ഒരു ധാർമ്മികമായ നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കാത്തത്? അതും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മരണത്തിനിരയാകേണ്ടി വന്ന കാര്യത്തിൽ 1-ാം പ്രതിയായിരിക്കുമ്പോഴും MLA ആയി തുടരുകയും ഒളിച്ചോടേണ്ടി വരുന്ന അവസ്ഥ. ഇവിടെ ഒളിച്ചോടലിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒളിച്ചോടുക തന്നെ ഉണ്ടായത്, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഒളിച്ചോടേണ്ടി വന്ന ഗതികേടിലേക്ക് MLA മാറി. ഇവിടെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇവിടെ വീട്ടുകാർ ഒറ്റ കാര്യം ശ്രീലാൽ, ഒറ്റ കാര്യം ഇത് ഒറ്റ പോയിന്റ് കൂടെ ശ്രീലാൽ, ഇതൊന്ന് പൂർത്തിയായിക്കോട്ടെ. അതായത് വീട്ടുകാർ പറഞ്ഞതിനെ കുറിച്ച് ഇവർ പറഞ്ഞല്ലോ, അതിനെയാണല്ലോ ഇവർ വലിയ രൂപത്തിൽ പറയുന്നത്. ആ കുടുംബത്തിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത NM വിജയേട്ടന് വരുന്നു. ആ വിജയേട്ടന് വരാൻ കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം. അങ്ങനെ വല്ലാത്തൊരു പ്രയാസത്തിൽ നിൽക്കുന്ന കുടുംബം,
വലിയ ബാധ്യതകൾ വരുന്നു. ആ ബാധ്യത സ്വാഭാവികമായിട്ട് കുടുംബത്തിൻ്റെ തലയിലേക്ക് വരുമെന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് പോയിട്ട് ഇത് തണുപ്പിക്കാൻ വേണ്ടി കേസ് വരുന്നു, വലിയ പ്രതിഷേധം വരുന്നു, മാധ്യമങ്ങൾ വരുന്നു. ഇത് തണുപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പോയി പറയുമ്പോൾ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് മറ്റെന്ത് മാർഗമാണുള്ളത് ആ കുടുംബത്തിന്? അതിൻ്റെ ഭാഗമായി അവർ വിശ്വസിച്ച് നിൽക്കുകയല്ലാതെ മറ്റു മാർഗം അവർക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് കുടുംബം വലിയ രൂപത്തിൽ കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഇല്ലാതാകുമോ? ഈ വിഷയം ഇല്ലാതാകാൻ പോകുന്നില്ല. ജനങ്ങൾ വളരെ ഗൗരവമായി ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന കോൺഗ്രസ് ഇപ്പോൾ ചെയ്തത് എന്താണ്? കോടതിയിൽ അവർ ഈ വിജയേട്ടനെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചു. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ അത് IC ബാലകൃഷ്ണൻ എല്ലാം വളരെ ക്ലിയർ ആണ്. ആ കുടുംബം കൂടുന്ന കത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് മോശമെന്ന് പറയുകയല്ലേ. അതുകൊണ്ട് കോൺഗ്രസ് ആരോടൊപ്പമാണ് എന്ന് ജനങ്ങൾ ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ കോടതിയിൽ ഇവർക്ക് ജാമ്യമില്ല അത് വ്യക്തമായി ആളുകളുടെ മുമ്പിൽ പറയേണ്ടിയും വരും. കോൺഗ്രസ് ആരോടൊപ്പമാണ്? NM വിജയനെ എന്തുകൊണ്ട് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു, ഇപ്പോഴും വലിച്ചു കീറുന്നു കോടതിയിൽ? അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിലൊക്കെ വയനാട്ടിൽ ഈ കാഴ്ച കണ്ടു വളരുന്ന കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരും സമാന പരാതികൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ റഫീഖ് ഒരു പരാമർശം നടത്തിപ്പോയ ആലപ്പുഴയിലെ കാര്യം. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ആലപ്പുഴയിൽ ഈ മേഘാരഞ്ജിത്തിൻ്റെ ചികിത്സാ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യമാണ്, അത് അവരാണ് നോക്കേണ്ടതെന്നാണ്. CPMൻ്റെ കാര്യം വരുമ്പോൾ എന്നാൽ CPMൻ്റെ കാര്യമാണെന്ന് പറയുന്നത് കേട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ കാര്യം വരുമ്പോൾ അങ്ങനെയൊന്നും കേട്ടില്ല. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പോഷക സംഘടനയുടെ കാര്യം വന്നപ്പോൾ അത് അവരുടേതാണെന്ന് പറഞ്ഞ് തള്ളുന്നതാണ് കണ്ടത്. ഈ മൂത്തവർ കാണിക്കുന്നതല്ലേ താഴെ കുട്ടികൾ ഏറ്റുപാടുക. അല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. കോൺഗ്രസിനകത്ത് പല ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഒരു ഭാഗം പിടിച്ച് കുറേ നാളുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഒന്നിച്ച് നിൽക്കുന്നതിന് കാര്യം ഇവർ IC ബാലകൃഷ്ണൻ അനുകൂലമായി നിൽക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലയെണ്ണമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവർ കാണിക്കുന്നതല്ലേ താഴേക്ക് കണ്ടു പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ പഠിച്ചു വന്ന് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് എനിക്ക് മാറ്റമൊന്നുമില്ല, അതിനകത്ത് എനിക്ക് സംശയവുമില്ല. പറഞ്ഞ പോലെ കാശ് അണ്ണം തരും എന്ന് നമ്മൾ പറയുന്നത് പോലെ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും ഇതിലേക്ക് ഇത് കൊണ്ടുപോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവത്തിൽ കണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. നോക്കൂ, VD സതീശൻ അവിടെ പോയി, ഗോവിന്ദ മാസ്റ്റർ അവിടെ പോയി. ഗോവിന്ദ മാസ്റ്റർ പോയി കഴിഞ്ഞിട്ട് എന്താണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്? അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് കോൺഗ്രസ് തരാമെന്ന് പറഞ്ഞ സഹായം തന്നില്ല എങ്കിൽ അത് CPM അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അതൊരു ഓഫറാണ്. ആ ഓഫർ അവിടെ നിലനിൽക്കുന്നതിന് കാര്യം എന്താ? ആ ഓഫർ അവർ ഡിനൈ ചെയ്തിട്ടുണ്ടോ? കാര്യം എന്താ? കോൺഗ്രസ് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഇത്രയും വന്നതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കടമൊക്കെ ചിലപ്പം അവർ ഏറ്റെടുത്തേക്കാം. അല്ല എങ്കിൽ ടു മൈ മൈൻഡ് ദേ വിൽ നോട്ട്. കാര്യം അവരുടെ ഒരു രീതി അതാണ്, കോൺഗ്രസിൻ്റെ രീതി അതാണ്. ഇവിടെ വന്ന് പറഞ്ഞ 1-2 വിഷയങ്ങളെക്കുറിച്ച് ഒരു പരാമർശം കൂടെ നടത്തി പോകാമെന്ന് വരും. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ദേശാഭിമാനി വലിയ ലേഖനം എഴുതി എന്ന് പറഞ്ഞു. അത് സഖാവ് റഫീഖ് പറഞ്ഞതുപോലെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവ് പറയാൻ പാടില്ല. അതുമാത്രമല്ല, വലിയ സാമൂഹിക പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുമുണ്ട്. അത് നമ്മൾ കാണേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഏട് അതാണ് നമ്മൾ വിമർശിക്കുന്നത്. നോക്കൂ, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും കോൺഗ്രസിനകത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നീതി? CPM എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്നൊരു പാർട്ടി, അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഇവരുടെ ആൻറ്റഗണിസ്റ്റിക് പൊസിഷനിൽ നിൽക്കുന്നൊരു പാർട്ടി. പക്ഷേ അതല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നവരിൽ നിന്ന് ഏത് തരത്തിലാണ് നീതി കിട്ടിയത്? പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് സണ്ണിക്കുട്ടി എബ്രഹാമിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇപ്പം IC ബാലകൃഷ്ണൻ പണം വാങ്ങിയോ ഇല്ലയോ, അതുമായി ബന്ധപ്പെട്ടൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് ജീവൻ നഷ്ടപ്പെടേണ്ട വന്നു എന്നുള്ളതാണ്. ആ മുതിർന്ന നേതാവിന് കോൺഗ്രസ് നേതാവിന് ജീവൻ നഷ്ടപ്പെട്ട ശേഷവും അതിനകത്ത് ഒരാൾ
ഒരാളുടെ കൂട്ടത്തിൽ നിൽക്കുന്നില്ല. നോക്കൂ, ഇവിടെ പറഞ്ഞല്ലോ PP ദിവ്യയ്ക്ക് അനുകൂലമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിന്നു, മറ്റേ ആൾക്കാരെതിരെ അപ്പുറത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ആരേലും ഒരാളുടെ കൂട്ടത്തിൽ നിന്നു എന്നൊരു വാദം വെക്കാമല്ലോ നമുക്കില്ലേ? ആരേലും ഒരാളുടെ കൂട്ടത്തിൽ നിന്നു എന്ന് ഒരു വാദം വെക്കാമല്ലോ. ഇവർ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ എടുത്താൽ ഇവർ ആരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു? അങ്ങനെ ഇവർ പറഞ്ഞ ലോജിക്ക് എടുത്ത് നമ്മൾ നോക്കിയാൽ ഇവരുടെ ഏതെങ്കിലും ഒരു DCC പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇന്ന ആളുടെ കൂട്ടത്തിലാണെന്ന്? ഇല്ല. ഇവിടെ സംഭവം വളരെ സിമ്പിളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയും കുഴിച്ചു മൂടണം. അത് കുഴിച്ചു മൂടത്തക്ക രീതിയിലുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ മാധ്യമങ്ങളുമായി ചേർന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഇവിടെ ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെക്കാട്ടിലും കൂടുതൽ ഇതിനകത്തെ ക്രിമിനൽ സൈലൻസ് കീപ്പ് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ വാർത്ത മുക്കുക പ്രാധാന്യമല്ലാത്ത ഒരു വാർത്തയാക്കി, അല്ലെങ്കിൽ ബെറ്റർ ടു സേ അൺഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് ഈ ചെറിയ കാര്യങ്ങൾ പോലും എടുത്ത് വലിയ പർവ്വതീകരിച്ച് ചർച്ച ചെയ്ത് അതിന് വലിയ ന്യൂസ് വാല്യൂ ഉണ്ടാക്കി കൊടുക്കുക. ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി മച്ച് പ്രെപ്പോസ്ട്രസ് ഇൻ നേച്ചർ. ഒരു സംശയമില്ല കാര്യത്തിൽ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ റിഫോം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നടന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കാൻ ഈ സമൂഹം ഇല്ലാത്ത ഒരു സാഹചര്യം വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. 1 മിനിറ്റ് വീതമാണ് എല്ലാവരിലേക്കും വരാൻ പറ്റുക. ശ്രീ N. ശ്രീകുമാർ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് വരുമ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കാണുന്നില്ല. അതൊന്ന്. രണ്ടാമത്, ഇതൊന്നും ജനങ്ങളങ്ങ് സമ്മതിച്ച് തരും കോൺഗ്രസ്സുകാർ കൂടിയിരുന്നങ്ങ് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ചിലത് ചർച്ച ചെയ്യാതിരിക്കുകയും ചിലത് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രം എന്ന് കാണാൻ പറ്റില്ലല്ലോ. കാരണം 2021 നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി MP ആയതിനു ശേഷം പിന്നെ വീണ്ടും ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ വല്ലാതെ തടസ്സമുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് എത്ര ഗൗരവത്തിൽ കോൺഗ്രസ്സിന് ചർച്ച ചെയ്യാൻ പറ്റുന്നു? UDFന് അവിടെ ഒരു യോഗം നടത്താൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ ഇതിനകം. അപ്പോൾ ഇതൊക്കെ വലിയ ഗൗരവമായ പ്രശ്നമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് കാണുന്നില്ലേ? ലാലെ, 1 മിനിറ്റേ ഉള്ളൂ, ഇടപെടരുത്. ഒന്ന്, ഞാൻ എന്താണോ ഈ കൈരളി ചർച്ചയുടെ തുടക്കം തൊട്ട് പറഞ്ഞത് അത് ജനം കേട്ടിട്ടുണ്ട്. അത് റഫീഖ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, ADMൻ്റെ ആത്മഹത്യാ കേസിൽ അത് പരസ്യമായിട്ട് കളക്ടറുടെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ശ്രീ വിജയൻ്റെ വീട്ടിൽ പോയ CPM നേതാക്കൾ കരുവന്നൂരിലും പോയിട്ട് ആശ്വസിപ്പിക്കണമെന്നേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ആ ബ്രഹ്മഗിരിയിലെങ്കിലും പോകണമെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ മാധ്യമങ്ങളുടെ കാര്യം, CPM ആഗ്രഹിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ അഴിമതിയും അതുപോലെ ക്രമക്കേടും ഒക്കെ സംഭവിക്കുന്നത് ഈ ഭരണകാലത്താകുമ്പോൾ ചർച്ച ചെയ്യും. അതാണ് കാര്യം. പിന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് അവസരവാദം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനത് പറഞ്ഞത്. CPMൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ അതിമോശമായി ചിത്രീകരിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ ജനകീയൻ എന്നല്ല പറഞ്ഞത്, ജനപ്രിയൻ. അതാണ് വ്യത്യാസം. അവിടെ മാപ്പിൻ്റെ സ്വരത്തിലാണ് പറഞ്ഞത്. ആ അവസരവാദത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് ജനം അറിയണം. ഇങ്ങനെ അവസരവാദത്തെക്കുറിച്ചുള്ള ജനം അറിയണം. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വയനാട് വിഷയം ചർച്ച ചെയ്യുകയും വേണം. ചർച്ച ചെയ്യുമ്പം അത് CPM ആഗ്രഹിക്കുന്ന രീതിയിലാണ്. ആ കുടുംബം എന്തായാലും CPMന്റെ മുതലെടുപ്പിന് നിന്നു കൊടുക്കാൻ തയ്യാറായില്ല. മറുപടി. അല്ല, അദ്ദേഹം വീണ്ടും അത് തന്നെയാണല്ലോ ആവർത്തിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വസ്തുതകൾ ഓരോന്നായി ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എത്ര കോൺഗ്രസ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് ഇതിൻ്റെ വസ്തുത ബോധ്യം. ഇവിടെ നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് IC ബാലകൃഷ്ണന് വേണ്ടി കോടതിയിൽ വന്നല്ലോ. നിങ്ങൾ നോക്കൂ, മറുഭാഗത്ത് 2 മനുഷ്യർ മരിച്ചിരിക്കുന്നു. അതിലൊരാൾ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. അവിടേക്കല്ലല്ലോ അദ്ദേഹത്തിനല്ലല്ലോ ഇവരുടെ പ്രാധാന്യം. അദ്ദേഹം താൻ മരിക്കാൻ ആരാണ് കാരണക്കാരെന്ന് എഴുതി വെച്ച ആൾക്ക് വേണ്ടിയാണല്ലോ ഇവർ കോടതിയിൽ IC ബാലകൃഷ്ണനൊപ്പം വരുന്നത്. അപ്പോൾ ഇവരുടെ സമീപനം ആർക്കൊപ്പമാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇതിൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകൻ്റെ ജോലി പോലും കളഞ്ഞ പാർട്ടിയല്ലേ ഇവരുടെ പാർട്ടി കോൺഗ്രസ്. അതിൻ്റെ കൂടെ പ്രയാസത്തിലല്ലേ അദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കത്ത് എഴുതി വെച്ചത് NM വിജയേട്ടനല്ലേ. അതുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം വസ്തുതകൾ വളരെ കൃത്യമായി ബോധ്യമുണ്ട്. ആ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ KK അബ്രഹാം കിടന്നതുപോലെ, സജീവൻ കൊല്ലപ്പള്ളി ജയിലിൽ കിടന്നതുപോലെ IC ബാലകൃഷ്ണനും നിയമത്തിന്റെ മുമ്പിൽ വരുമെന്ന് കോടതിക്ക് മുന്നിൽ വരുന്നത്
ജനം നിരീക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? എൻ ശ്രീകുമാർ ഒരു സംശയം പ്രകടിപ്പിച്ചല്ലോ. നോക്കൂ, IC ബാലകൃഷ്ണനെ ശിക്ഷിക്കേണ്ടത് എവിഡൻസിൻ്റെ ബേസിലാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പൊളിറ്റിക്കൽ ഡിബേറ്റിൽ എവിഡൻസ് മാത്രമല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പൊളിറ്റിക്കൽ ഡിബേറ്റിൽ ഇവർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്, ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി കോൺഗ്രസ് യഥാർത്ഥത്തിൽ പാലിച്ചോ എന്ന് വലിയൊരു ചോദ്യമുണ്ട്. അത് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പല കാര്യത്തിലും വന്നോ? കോൺഗ്രസ് ഇങ്ങനെ ആയിരുന്നോ പെരുമാറേണ്ടത്? ഒരു ഇത്രയും വർഷം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രീതിയിലായിരുന്നു അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു എക്സ്പ്ലനേഷനാണ്. മറ്റേ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് അത് എവിഡൻസുമായി ബന്ധപ്പെട്ട് പല പല ഫാക്ടേഴ്സ് വരുന്നതാണ്. അത് പൂർണ്ണമായി ഹാർഡ് കോർ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിമിനൽ കേസിൽ ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂ. പക്ഷേ അതല്ല പൊളിറ്റിക്കൽ മൊറാലിറ്റി. പൊളിറ്റിക്കൽ മൊറാലിറ്റി ഈസ് വെൽ അബവ് ദാറ്റ്. ആൻഡ് ദീസ് പീപ്പിൾ ആർ റെസ്പോൺസിബിൾ ടു ഗീവ് പ്രോപ്പർ ആൻസേഴ്സ് ബിഫോർ ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. അതാണ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, കൃത്യമായ ഉത്തരം നൽകാൻ ബാധ്യതയുള്ളവരാണ് ജനപ്രതിനിധികൾ. MLA ആണെങ്കിലും പാർട്ടിയുടെ ഭാരവാഹിയാണെങ്കിലും ഒക്കെ തന്നെ. ഇവിടെ ഇപ്പോൾ 50 വർഷം കൂടെ നിന്ന് പ്രവർത്തിച്ച വിജയേട്ടൻ, ആ വിജയേട്ടനെ കുറിച്ച് ഇപ്പോൾ മുതലക്കണ്ണീർ പൊഴിക്കുന്നവർ, അദ്ദേഹം എഴുതി വെച്ച രേഖകളിൽ നിങ്ങളൊക്കെ എന്നെ ചതിച്ചു എന്ന് എഴുതി വെക്കുന്നതിൽ മാത്രം എന്തോ തട്ടിപ്പ് അദ്ദേഹം നടത്തിയെന്ന് വിളിച്ചു പറയുമ്പോൾ സംശയമുണ്ട് സാർ. കോടതി പറഞ്ഞതനുസരിച്ച് ആ ലിമിറ്റഡ് കസ്റ്റഡിയിൽ പോലീസിന് മുമ്പിൽ നിന്ന് കൊടുത്ത് കാര്യങ്ങൾ കൃത്യമായി തുറന്ന് പറയുക, അതാണ് സ്വന്തം സഹപ്രവർത്തകൻ്റെ മരണത്തിൽ കാണിക്കാൻ പറ്റുന്ന വലിയ അഭികാമ്യമായ കാര്യം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ K. റഫീഖ്, N. ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.